സ്വന്തം ഭർത്താവിനെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത് എത്ര വർഷമായി അറിഞ്ഞിട്ട്? ഏകദേശം അതിപ്പോ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഹായ് ഗൈസ്, ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോയിലോട്ട് ഇറങ്ങിയത്. എന്നാൽ ബാക്കിയുള്ള പല കോൺട്രവേഴ്സികൾക്ക് എനിക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഒന്നും എനിക്ക് പൊതുവേ ഈ വിഷയങ്ങൾക്ക് കിട്ടലില്ല. എന്നാൽ ആദ്യമായിട്ട് ആർക്കും അറിയാത്ത, ആരും കേൾക്കാത്ത ഒരു റീലിൽ കൂടെ മാത്രം നമുക്ക് പരിചയത്തിലായിട്ടുള്ളൊരു വ്യക്തിയുടെ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വീഡിയോസ് കാണുകയും കാണുന്നതിലുപരി എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ കേസിൻ്റെ ഒരു ചെറിയൊരു ഗ്രോത്ത് എനിക്ക് നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയം ഓഫ് കോഴ്സ് റെനീഷിൻ്റെ. ഞാൻ പറഞ്ഞു നമുക്ക് പല വിഷയങ്ങളെ കുറിച്ചിട്ടും 1, 2, 3, 4, 5 അല്ലെ 7, 8 ചാനലുകളിൽ ന്യൂസോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ചിട്ട് അറിവ് കിട്ടുന്നതും നമ്മൾ എടുക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വലിയൊരു ടോപ്പിക്കായി മാറുന്നത്. എന്നാൽ റെനീഷിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ റീൽസ്, ആ റീൽസ് കൂടിയാണ് ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു സാധനം കയറിയതും ഒരുപാട് വ്യക്തികളുടെ അടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. മാധ്യമ പ്രവർത്തകർ പല വിഷയത്തെക്കുറിച്ചിട്ട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാലൊന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ന്യൂസ് വരികയോ ഡിസ്കഷൻ വരികയോ അല്ലെ ലൈം ലൈറ്റിൽ ഫോട്ടോ വരികയോ വീഡിയോ വരികയോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, ഒരു റീൽസ് എത്രത്തോളം ഒരു ജനങ്ങളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, നടന്ന കാര്യം എത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഈ കേസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ കേസിന് ഇത്രത്തോളം ശ്രദ്ധ പോവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പുരുഷനാണ് ഇത് സംഭവിച്ചത്. ഈ കേസ് അറ്റ് എൻഡ് വരെ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്ന് ഞാൻ പറയാനുള്ളത്, പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന അതേ നീതി തന്നെ പുരുഷന്മാർക്ക് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു പെണ്ണാണ് കടന്നു പോയതെങ്കിൽ നമ്മുടെ കോടതിയും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരും വായടച്ച് നിൽക്കുമോ? ഇല്ല. അല്ലെങ്കിൽ വുമൺ കമ്മീഷൻ എന്ന് പറയുന്ന ടീമൊക്കെ വായടച്ച് നിൽക്കുമോ? അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങും. എന്നാൽ മെൻ കമ്മീഷനോ അല്ലെ മെന്നിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി പോലും ഈ വിഷയം വന്ന സമയത്ത് സംസാരിച്ച് മുന്നിലോട്ട് ഇറങ്ങിയില്ലേലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങളെല്ലാവരും അന്നും ഇന്നും കുറ്റം പറയുന്ന ഈ റിയാക്ഷൻ വീഡിയോക്കാർ മാത്രമേ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് റെനീഷ്. ഈ വീഡിയോയിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താ അറിയോ? ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഇൻജസ്റ്റൈസ്, എന്നാൽ അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അതൊരു വലിയ നിയമപരമായി തെറ്റായിട്ട് കാണാത്തതുമായ ഒരു സാധനമാണ് ഈ എക്സ്ട്രാ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ ഒരാളുമായി കമ്മിറ്റഡ് ആയി നിൽക്കുമ്പോൾ, ഞാൻ എക്സ്ട്രാ മരീറ്റൽ എന്നൊന്നും പറയുന്നില്ല, നമ്മൾ പ്രണയത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പാർട്ട്ണർ നമ്മളുള്ള സമയം വേറൊരാളുടെ അടുത്ത് പോവുകയാണെങ്കിലും അതൊരു ചീറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ എക്സ്ട്രാ റിലേഷൻഷിപ്പ് വരിക, അതിൽ ഒരാൾ വളരെ പെയിൻഫുൾ ആവുക, അത് അയാളുടെ ഒരു എൻഡിലോട്ട് പോവുക, ഇങ്ങനത്തെ കേസസ് നമ്മൾ പല വിഷയങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഇതുണ്ട്. അപ്പോൾ ഈ പോകുന്ന വ്യക്തികൾക്കൊക്കെ അവരുടേതായ രീതിയിലുള്ള ചില കാരണങ്ങളും എക്സ്ക്യൂസും ഉണ്ട്. അവരെന്തിനാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറയാൻ അവർക്ക് അവരുടേതായ റീസണും എക്സ്ക്യൂസൊക്കെ ഒരു സൈഡിലുണ്ട്. എന്നാലും ഇത് വളരെ കോമൺ ആണ്. അപ്പം ഞാൻ ഈ കേസ് ഡിസ്കസ് ചെയ്യാനുള്ള എൻ്റെ ഒരു മെയിൻ റീസൺ, ഒന്നൊരു പുരുഷൻ, രണ്ടാമത്തത് അവന് കിട്ടേണ്ട നീതി കിട്ടണം എന്നുള്ളതുകൊണ്ട്, രണ്ടാമത്തത് ഒരു മാധ്യമവും ഇത് വലിയ ഡിസ്കഷനിലോട്ട് കൊണ്ടുവരാത്തതുകൊണ്ട്, മൂന്നാമത്തത് അവൾ കാണിച്ചത് അങ്ങേയറ്റം തെണ്ടിത്തരാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 8 കൊല്ലം ആ കുട്ടീനെ പൊന്നുപോലെ നോക്കിയ അച്ഛൻ്റെ അവസാന കർമ്മത്തിന് അവൾ അഹങ്കാരം കാണിച്ചുകൊണ്ട് അവളുടെ പിഴയ്ക്ക് വേണ്ടി അവൾ പോയ അവൻ്റെ കൂടെ നിന്നിട്ട് കുട്ടീനെ വിടില്ല എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ബിലീവ് ഞാനാണ് അവളുടെ ഫോട്ടോ ആദ്യമായിട്ട് എക്സ്പോസ് ചെയ്തത് ഇൻ യൂട്യൂബ്. എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോക്കാരുടെ ഇടയിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ ആരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ചാനലിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഈ കേസ് എടുത്തുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. അന്ന് ദീപക്കിൻ്റെ കോൺട്രവേഴ്സി, ദീപക് ഷിംജിത വ്യക്തിയുടെ കോൺട്രവേഴ്സിയിൽ ദീപക്കിന് വേണ്ടി ഫോട്ടോ ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റിനീഷിൻ്റെ കേസ് എടുക്കാൻ ഇങ്ങനെ ഒരാൾ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൾ പോയി കഴിഞ്ഞതിന് ശേഷം റിനീഷിനെ വീട്ടിലെത്തിയിട്ട് വീട്ടുകാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മെല്ലെ ഒന്നൊന്നായിട്ട് തുടങ്ങാം.
അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് നോക്കാം. ദിനേശ് എടത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. ആദ്യം തന്നെ ഈ ഒരു അഡ്വക്കേറ്റിനോട് ഹാർട്സ് ഓഫ്, ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറേ ആൾക്കാർ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ആണുങ്ങൾക്ക് നീതി, പെണ്ണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ആണിന് വേണ്ടി നിൽക്കുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് മുൻ ഫ്രെയിമിൽ നിൽക്കുന്നത്. ഇവർ ശരിക്കും ഒരാണിന് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ അഡ്വക്കേറ്റ് ജസ്റ്റ് പറയുക മാത്രമല്ല ചെയ്തത്, ആളിറങ്ങി നടന്നു, അവിടെ എത്തി, സംസാരിച്ചു, എങ്ങനെ കേസ് കൊടുക്കണം എന്നുള്ള കാര്യം വരെ വളരെ ക്ലിയർ ആയിട്ട് ആൾ എന്ത് ചെയ്തു പറഞ്ഞു. എന്നാൽ പല ആൾക്കാരും ആൺ കമ്മീഷൻ, മെൻ കമ്മീഷൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ സ്ത്രീയെ അടിച്ചേൽപ്പിക്കുക, സ്ത്രീക്ക് എഗെയിൻസ്റ്റ് എന്തൊക്കെ പറയാൻ പറ്റുമോ അത് പറയുക. അതല്ലാണ്ട് ഒരു പുരുഷന് വേണ്ടി കൂടെ നിൽക്കാനോ പുരുഷന് കിട്ടേണ്ട നീതി കിട്ടാനോ ആ നീതിക്ക് വേണ്ടിയോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതുകൊണ്ട് ഈ അഡ്വക്കേറ്റിന് ഇരിക്കട്ടെ നമ്മളുടെ ഇന്നത്തെ ലൈക്കും കമൻറ്റും. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും. അതിനിടയിൽ വന്ന കമൻറ്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിൻ്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിൻ്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയുടെ ചതിയിൽ കുട്ടിയെ വേർപ്പെടുത്തിയാലുള്ള ദുഃഖഭാരത്തിൽ രഞ്ജീഷ് നമ്മളെ വിട്ടുപോയി. എൻ്റെ രഞ്ജീഷ് ഇപ്പോൾ ആദ്യം എനിക്കറിയാത്ത ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തമാണ് രഞ്ജീഷ്. നമ്മുടെ എല്ലാ സഹോദരനാണ് രഞ്ജീഷ്. ആ രഞ്ജീഷിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം, തുടരണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നിയമയുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഞ്ചന കുറ്റത്തിൽപ്പെട്ട്, അതായത് സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനവധി പുരുഷന്മാർക്ക് ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ രഞ്ജീഷിനായിട്ട് ഇവിടെ ഈ ഒരു വിഷയത്തെ പറ്റി അറിയാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും DM-ലും മെസ്സേജിലും റീൽസിലും പോസ്റ്റിലും ഒക്കെ രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ആൻഡ് ഇത് ഒരു 10-12 ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഡിസ്കഷനാവും. ഈവൻ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എടുക്കും, റിയാക്ട് ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനൊരു വിഷയം ഇവിടെ കേൾക്കുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ടൊന്നും നടക്കുന്നില്ല. ഈവൻ പല വിഷയങ്ങൾ ഞാൻ റിയാക്ട് ചെയ്ത് ഒരുപാട് വിഷയങ്ങൾ ഞാനിങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്തായി അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കും, ഞാൻ പല പ്ലാറ്റ്ഫോമിൽ അടിച്ചു നോക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ്, ഒരു അപ്ഡേറ്റ് ഒന്നും കാണില്ല. പല വീട്ടുകാർ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പോലും അവരുടെ സൈഡിൽ കംപ്ലീറ്റ് സൈലൻസ് എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു കേസ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയോ മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു എവിഡൻസും കിട്ടിയില്ലേ സംസാരിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 10 ദിവസം ഇതിൻ്റെ ന്യൂസ് വന്നു. 10 ദിവസം ഞാൻ ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കാനോ റിയാക്ട് ചെയ്യാനോ ഞാൻ റെഡിയാണ്. 11ാം ദിവസം തൊട്ട് ഇതിൻ്റെ ഒരു ന്യൂസും കിട്ടുന്നില്ല. ഞാൻ ഈ വയനാടായിരിക്കുന്നത്, കുമളിയിൽ നടന്നൊരു കേസാണ്. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് അപ്ഡേറ്റ് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഡെഫിനറ്റ്ലി നമ്മളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറയും, കേസിന് പോവാം. അപ്പം ഒരിക്കലും തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു ആരംഭശൂന്യത്വം ആവരുത്. ടിൽ ദി എൻഡ് വരെ എല്ലാവരും ഒരുപോലെ എഫോർട്ട് എടുക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കേസിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് എൻഡ് ആവുന്നത് വരെ ഇതിൻ്റെ ഒരു ടോപ്പിക് ഉണ്ടാവണം. നമ്മളെല്ലാവരും ജസ്റ്റിസ് ഫോർ റിനീഷ് എന്ന് പറയുന്നുണ്ട്. എന്നാണോ അദ്ദേഹത്തിന് വേണ്ട നീതി കിട്ടുന്നത് അന്ന് വരെ ഇതിൻ്റെ ഒരു സാധനം പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ ആർക്കെങ്കിലും റിനീഷിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ മൈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അത് ഞാൻ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കേസ്, ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ കണ്ടൊരു സാധനമാണ് ഈ ചെന്താമരയ്ക്ക് വിധി വന്നു.
അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, എത്ര മുമ്പ് ഞാൻ സംസാരിച്ച ഒരു വിഷയമാണ് ഇപ്പോഴാണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കോടതിയുടെ സിസ്റ്റവും ഇങ്ങനെയാണ്. പക്ഷേ ബാക്കിയുള്ളവർ ഇതിനു വേണ്ടി എഫോർട്ട് എടുക്കുക. നമ്മുടെ സൈഡിൽ നിന്ന് എത്രത്തോളം ഇത് സ്ട്രോങ്ങർ ആവുന്നു അത്രത്തോളം മാത്രമേ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ഫ്രീ ആക്കി വിടുന്നോ അത്രത്തോളം അപ്പുറത്തെ സൈഡ് അതിനും ഫ്രീ ആക്കും. വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ അഡ്വക്കേറ്റ് കുമളിയിലുള്ള രഞ്ജീഷിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫാദറുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതാണ് ഈ കേസിൻ്റെ ഒരു മേജർ കാര്യം. എന്താണ് അവസാന കാലങ്ങളിൽ രഞ്ജീഷിന് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്തായാലും നമ്മളുടെ പുന്നാര കഴപ്പ് ചേച്ചിയുടെയും കുടുംബത്തിനെയും എക്സ്പോസിങ്ങും കൂടെ ഇതിൽ നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മള് രഞ്ജീഷിന്റെ വീട്ടിലാണ്. രഞ്ജീഷിന്റെ അച്ഛനുണ്ട് ഇവിടെ, രഞ്ജീഷിന്റെ അമ്മയുണ്ട്, രഞ്ജീഷിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലെന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിന്റെ അച്ഛനൊന്ന് പറയും. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട് നിയമയുദ്ധം തുടങ്ങുക, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട് രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും ഒരു നീതി വലിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇനിയിപ്പോ രഞ്ജീഷിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആൾ, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ നടത്തി അതിനുള്ള തീരുമാനം ഉണ്ടാക്കാം. സത്യം, നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, ചിലപ്പം ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് നീതി കിട്ടണമെങ്കിൽ ഇപ്പം അവനുമായിട്ട് കാമുകനുമായിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ട് അവിടെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ അവൾക്ക് സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ട്, എന്തിനാ എൻ്റെ ഫോട്ടോ 4 ആൾ മാധ്യമത്തിൽ അറിഞ്ഞല്ലോ, അല്ലേ ഒരു സങ്കടം അവൾക്ക് എന്തിനായിരിക്കും, ഞാൻ നാണം കെട്ടല്ലോ, അല്ലാണ്ട് ഈ വ്യക്തി മരിച്ചേനോ, ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയല്ലോ, ഞാൻ കാരണമല്ലേ അയാൾക്ക് ഇങ്ങനെ വന്നേ, ഇതൊന്നും ആലോചിച്ചിട്ട് അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളോട് അവിടെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സന്തോഷിച്ച് നിൽക്കുന്നവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവൾ ചെയ്ത തെറ്റിനുള്ളത് അവൾക്ക് കിട്ടിയാൽ മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനം എന്ന് പറയുന്നത് കിട്ടൂ. അത് കിട്ടുന്നത് വരെ രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു ആത്മാവ് ഇങ്ങനെ പോകും. പിന്നെ എന്താ പ്രത്യേകത എന്നറിയോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ലോകത്ത് ഇതിങ്ങനെ നടക്കും. അത് പുരുഷന് മാത്രമല്ല, പുരുഷനോ സ്ത്രീക്കോ അവന് കിട്ടേണ്ട ഒരു നീതി ഒരിക്കലും ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു കേസിന് നീതി കിട്ടണം. ഷിംജിതയുടെ ഒരു വിഷയം വന്നതോടുകൂടി തന്നെ ഈ വീഡിയോസൊക്കെ ഒരു പൊടിക്ക് കുറഞ്ഞുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ട്രെയിനിൽ തോണ്ടുക, ബസ്സിൽ തോണ്ടുക, നടക്കുമ്പോൾ തോണ്ടുക, അപ്പുറത്തോം തോണ്ടുക, ഇപ്പുറത്തോം നോക്കുക എന്ന് പറഞ്ഞിട്ട് ഡെയിലി വീഡിയോ ആയിരുന്നു. ഇപ്പോൾ വീഡിയോക്ക് എവിടേക്കോ ഒരു കുറവില്ലേ? ഷിംജിത എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആടെ കിടക്കട്ടെ. കാരണം കുറച്ച് നാണവും മാനവും ഉള്ള ഈറ്റുങ്ങളെ ഒതുങ്ങും, അല്ലാത്ത ഈറ്റുങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഒന്ന് ഒതുങ്ങിയില്ലേ, ആ ഒതുക്കെങ്കിലും സംഭവിക്കണം. ക്രൈം ഫുള്ള് പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ ഒതുക്കെങ്കിലും സംഭവിക്കണം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആ പെണ്ണിൻ്റെ ഫോട്ടോ ഇട്ട് എക്സ്പോസ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു മെയിൻ റീസൺ, ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് അവൾക്ക് വേണ്ട ശിക്ഷ കിട്ടിയില്ലെങ്കിലും ഇവളാണ് അവൾ എന്നുള്ളത് ഈ ലോകം അറിയാൻ വേണ്ടിയാണ്. അച്ഛൻ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ തുടക്കം, എവിടെയാണ് ഇതിന്റെ തുടക്കം? എന്താ, ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവളാരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഫോണിലൂടെ അയച്ചു. ഏത്? ആ വ്യക്തി അങ്ങനെയാ സംഭവം അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ, ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത്? അത് എത്ര വർഷമായി അറിഞ്ഞിട്ട്? ഏകദേശം അപ്പൊ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് കണ്ടാൽ ഏത് ഭർത്താവിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്, ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഈ ലെവലിലേക്ക് ഇറക്കാനുള്ള കാരണം. നമ്മൾ ഈ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ കഴപ്പത്തി അവിടെ പോയി എന്ത് ചെയ്തു, കുട്ടീനെ ഇവിടെ നാട്ടിൽ ഏൽപ്പിച്ച് കുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് നോക്കിക്കോ, ഞാൻ ജോലിക്കും പൈസ ഉണ്ടാക്കാനും വേണ്ടി അവിടെ പോകാമെന്ന് വെച്ചു. അവിടെ വെച്ച് ഒരുത്തനെ കണ്ടു, ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, ഒരു പ്രണയം അടിച്ചു വിളിച്ച് പോവായിരിക്കും.
അപ്പോൾ ഇവൻ്റെ അവസ്ഥ, ഇവൻ്റെ ഹിസ്റ്ററി, ഇവൻ്റെ പാസ്റ്റ്, ഇവൻ്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചേനെ. അപ്പോൾ കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പുന്നാര ചേട്ടൻ ചിലപ്പോൾ ഇവരുടെ പ്രണയം വന്നപ്പോൾ അതിലെന്തോ പ്രശ്നം വന്നുകൊണ്ടോ ടോക്സിക് ആയതുകൊണ്ട് എങ്ങാനായിരിക്കും രഞ്ജീഷിന് കയറി ഈ ഫോട്ടോയും വീഡിയോയും അയച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് രഞ്ജീഷ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രണയത്തിലായവൻ ഇവരുടെ ഫോട്ടോസും വീഡിയോസും പോലെയുള്ള കാര്യങ്ങൾ രഞ്ജീഷിന് അയച്ചു തന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ രഞ്ജീഷിന് അങ്ങനെ ഒരു സാധനം അയച്ചു തരണമെങ്കിൽ, മീൻസ് ഈ ഫോട്ടോ വീഡിയോ പോലെയുള്ള സാധനങ്ങൾ അയച്ചു തരണമെങ്കിൽ അവരവിടെ ഒടുക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഉടക്കിയിട്ടാണ് അയക്കുന്നതെങ്കിൽ ഹീസ് വെരി ടോക്സിക് ഇൻ ബിഹേവിയർ. ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു പക്ക അവിഹിതമാണ്. ഭർത്താവും കുട്ടിയുള്ള ഒരാളുമായിട്ടുള്ള ഒരു അവിഹിതമാണ്. ആ അവിഹിതം വെച്ചിട്ട് അത് പബ്ലിക്കായി പറയുന്നുണ്ടെങ്കിൽ ഹീസ് വെരി ബാഡ് ഗൈ, വൃത്തികെട്ടവൻ. സന്തോഷമുണ്ട് അവർക്ക് കിട്ടിയതൊരു ടോക്സിക് ഗൈ ആണ്, ടോക്സിക് ഗൈ ആവണേ. എന്തായാലും അവനൊരു അലമ്പ് പിടിച്ച ചെങ്ങനെ, ഒരു കല്യാണം കഴിച്ച് ഒരു ഭാര്യയും കുട്ടിയായുള്ള ഒരുത്തനോട് ഒരു പ്രണയം തോന്നി അതിങ്ങനെ അടിപൊളിയായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇവന് വേറൊരു ഇൻറ്റൻഷൻ ഉണ്ട്. അത് പച്ചയ്ക്ക് നിങ്ങൾക്കറിയാലോ. ചിലപ്പോൾ അവൾക്കും ആ ഇൻറ്റൻഷൻ ഉണ്ടാവും. ആ ഇൻറ്റൻഷൻ്റെ പുറത്താണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേസായ സ്ഥിതിക്ക് അവൻ തപ്പി വിടാനുള്ള ചാൻസസ് ആർ ഹയ്യർ. ചിലപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ പറയണ്ട, സൈബർ സെല്ല് നല്ല അടിപൊളിയായി വർക്ക് ചെയ്യുന്നതാണ് അവരിരുന്ന് പരാതി. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ചീറ്റിങ് പറയാൻ പറ്റും. രണ്ടാമത് പറയാൻ പറ്റുന്നൊരു സാധനമാണ് അബ്യൂസ്. തേർഡ് തിങ് വേറെ പലതും പറയാൻ പറ്റുന്ന പറയാൻ പറ്റാത്ത രീതിയിലുള്ള പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നാണല്ലേടി എനിക്കൊക്കെ ഈ എൻ്റെ കഴപ്പത്തരത്തിന് ചെയ്തിട്ട് ഈ ആരെ കാണിക്കാൻ വേണ്ടി ഈ ഫോട്ടോ അയച്ചേ. അയക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഇൻസൾട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അത് അമ്മേൻ്റെ ഫോണിൽ കേട്ടെ, ബാക്കിയുള്ളൊരു ഫോണിലൊക്കെ അയക്കുമ്പോൾ അവനൊന്നും അല്ലാണ്ടായി പോകില്ല. അവന് സമൂഹത്തിലൊരു വിലയില്ലേ. എന്നെപ്പോലെ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ കാമുകനുണ്ടാക്കി അവിടെ വേണ്ടാത്ത പരിപാടികൾ ചെയ്ത് നടക്കുന്നൊരു മനുഷ്യനല്ല, നന്നായി ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ആ സെക്കൻഡ് അവൻ്റെ മനസ്സ് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിട്ടും അവൻ മുന്നോട്ട് പോവുകയാണ്. കുട്ടിയുണ്ട്, കുട്ടിക്ക് വേണ്ടി. ആ കുട്ടീനെയും പോയപ്പോൾ പിന്നെ അവൻ എന്തിനു ജീവിക്കുക, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് കിട്ടാൻ? അതല്ലേ അവനെന്ന് ഈ സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയേ. അതിന്റെ നിയമ നടപടികൾ പോകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതുള്ളൂ രക്ഷ. ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ഇവിടെ തള്ള വന്നുകൊണ്ട് തിരിച്ചുകൊണ്ടു ജൂൺ 15 വരെ. ഇടയിൽ അമ്മേനെ പറഞ്ഞു, ഞാൻ പറയാൻ വിട്ടതാണ്. ആൻഡ് ഇപ്പം ഉള്ള ഈ വോയിസിൽ ആളുടെ അമ്മ പറയുന്നുണ്ട് അമ്മയാണ് വന്നിട്ട് കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ അമ്മ മോള് പണ്ടേ ഞാൻ ചോദിക്കട്ടെ, അമ്മേ നാണല്ലേക്ക്, നാണല്ലേ? മോള് ഒരുത്തനെ കല്യാണം കഴിച്ച് കുട്ടിയാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് വേറൊരുത്തൻ്റെ കൂടെ വേറെ ഇടപാട് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അമ്മ. ഇതല്ല കേട്ടോ അമ്മ. നിങ്ങളെ അമ്മ എന്നല്ല പറയണ്ട, നിങ്ങളെ മോളുടെ കഴപ്പിന് കൂട്ട് നിൽക്കുന്ന ഏതോ ഒന്ന് എന്നേ പറയാൻ പറ്റൂ. കാരണം നല്ല അമ്മമാരിങ്ങനെയല്ല, നല്ല അമ്മമാരിങ്ങനെയല്ല. കാരണം നല്ല നല്ല അമ്മമാരുള്ള മക്കൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് പറയാം. മോളുടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഗൾഫിലെത്തിയപ്പോൾ ഇവയ്ക്ക് ഈ 1 ലക്ഷം 2 ലക്ഷം രൂപ സാലറി കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവന് 1 ലക്ഷം 2 ലക്ഷം രൂപ സാലറി ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അമ്മ നോക്കുമ്പോൾ സുഖമായില്ലേ, പൈസ നല്ലോണം കിട്ടുന്നില്ലേ, മോൾക്ക് അവിടെയും ജോലി എല്ലാം സെറ്റ് കാര്യങ്ങൾ, അമ്മ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഈ അമ്മേനെ പിടിച്ചിടണം. കാരണം ഈ അമ്മ ഇങ്ങനത്തെ ഓരോ വിഷജന്മങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് ഇങ്ങനെ ഓരോന്നും ഉണ്ടാവുന്നത്. ഇവിടെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലേ? കുട്ടീനെ കാണിക്കാതുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തത് ആ മരിച്ചതിന്റെ മാസ്റ്ററാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്, അതൊരു കേസ് എടുക്കുമല്ലോ നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എൻ്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും കാരണം, കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവൾക്കെതിരെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിൻ്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ വൈകും. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഓവറോൾ കേൾക്കുകയാണെങ്കിൽ അവനെ, അവളെ, അമ്മേനെ, അവളെ ചതിച്ചതിന്, അവനെ ആക്കിയതിന്, അമ്മേനെ ഇതാക്കിയതിന്, മൂന്നിനെയും കൂടെ ഒരുമിച്ച് പിടിച്ചിരുത്തി മൂന്നിനും ഉണ്ടയും തേങ്ങയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കോടതി പോയ പ്രശ്നത്തിൽ 650 കൂലി കിട്ടും. മോള് തന്നെ 1 ലക്ഷത്തിനേക്കാൾ കുറവാണ്. അപ്പം ഏകദേശം ഇത്ര കേട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. വീഡിയോ അയച്ചു കൊടുത്ത അവൻ
എല്ലാത്തിനും പിടിച്ച് നിർത്തണം. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു മെയിൻ സാധനം എന്താ അറിയോ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാനതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കേസുമായിട്ട് കോടതിയിൽ പോകുന്ന സമയം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഈ പോലീസുകാർ പട്ടീനെ പിടിച്ച് പൂച്ചയാക്കാനും പൂച്ചേനെ പിടിച്ച് പട്ടിയാക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു കേസ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നല്ലൊരു അഡ്വക്കേറ്റിനെയും കൂട്ടി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അഡ്വക്കേറ്റിനെ കൊണ്ട് എഴുതിപ്പിച്ച് കേസാക്കുന്നതാണ് നല്ലത്. കാരണം പോലീസുകാർക്ക് ചിലപ്പോൾ കേസ് നോക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഓപ്പോസിറ്റിൽ വ്യക്തിൻ്റെ ടീമിലാവും. ഇങ്ങനെ പല സാധനങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെന്ത് ചെയ്യും, നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് തോണ്ടിപ്പോയതാണോ എന്ന രീതിയിൽ കേസിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതൽ. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് പറയുന്ന രീതിയിൽ തന്നെ കേസ് കൊടുക്കണം. പിന്നെ പച്ചയായി പറയുകയാണെങ്കിൽ ഇതിൽ കേസ് കൊടുക്കേണ്ട എല്ലാ സാധനമുണ്ട്. ഇനി കേസ് കൊടുത്തിട്ട് നമ്മുടെ രജീഷിന് നീതി കിട്ടുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇവിടുത്തെ ഒരു കോടതി സിസ്റ്റം ആയതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ആൾക്കാരോടുത്ത് ഒരു ജനങ്ങളെന്ന നിലയിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുക. നമുക്ക് ഏത് രീതിയിലാണോ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു മെൻറ്റൽ റിലീഫിന് വേണ്ടി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഇടുക, എൻ്റെ വീഡിയോ കാണുന്ന ഒരു 4 ആൾക്കാർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് കൊടുക്കുക. അത് മാത്രമേ എനിക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റൂ. എനിക്ക് വേറെ ചെയ്യുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. എനിക്ക് തെളിവോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡി എൻ്റെ ചാനലിൽ കൂടെ കാണിക്കാൻ. എനിക്ക് പറ്റുന്നത് പോലെ എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനും ഞാൻ ഭയങ്കര റെഡിയാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യാൻ, എന്നെ സാറ്റിസ്ഫൈ ആക്കാൻ, എൻ്റെ സോളിനെ സാറ്റിസ്ഫൈ ആക്കാൻ, അതുപോലെ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ഇതിന് പുറകെ നടക്കുക, ചെയ്യുക, നീതി നേടിക്കൊടുക്കുക. ഇനിയെങ്കിലും ഇങ്ങനത്തെ പെണ്ണുങ്ങളോട് പറയാനും, നിങ്ങൾക്ക് അത്ര കഴപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗെറ്റ് ഡിവോഴ്സ്ഡ് ആൻഡ് ഡു. ആ പുള്ളിയുടെ ഇമോഷൻ വെച്ച് കളിക്കരുതായിരുന്നു, ഒരിക്കലും ചെയ്യരുതായിരുന്നു. അതുകൊണ്ടാണ് നീയൊക്കെ ഇനി ആരെ കൂടെ എങ്ങനെയൊക്കെ ജീവിച്ച് എത്രയൊക്കെ പൈസ ഉണ്ടായിട്ടുണ്ടെങ്കിലും നീ എന്താണെന്നുള്ളത് ഈ ലോകമാണ്. അത് നീ ഓർത്തോ. സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനോടും അമ്മേനോടും കൂടെ പറയാം. ബൈ.